ഹലോ, ഹാപ്പി ഉത്രാടം. അപ്പോൾ ഇത് ഉത്രാടവും തിരുവോണവും കൂടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പൂവിട്ടത് ഇതാണ്. ഫുള്ള് യെല്ലോ ഓറഞ്ച് എല്ലാം കൂടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ പൊട്ടിച്ച പൂവൊക്കെയാണ്. പിന്നെ ഞങ്ങൾക്ക് ചേഞ്ചിങ് റോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് പൂവിടുമ്പോൾ അത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിൽ ആദ്യമായിട്ടാണ് കിട്ടണമെന്ന്. അപ്പോൾ ഒന്ന് പൂക്കളത്തിലിട്ട് ഒന്ന് അവിടെ സ്വാമിയുടെ അവിടെയും വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ അത് വൈകുന്നേരം ആയപ്പോഴേക്കും പിങ്ക് കളറായി. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അതിങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം പിറ്റേ ദിവസം തിരുവോണമാണല്ലോ. അപ്പോൾ അതിന് കുറേ പ്രാക്ടീസ് അതൊക്കെ ഉണ്ടായിരുന്നു. തിരുവാതിര കളി അതൊക്കെ തറവാട്ടിൽ വെച്ചിട്ടാണ് ഓണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ തന്നെ പോയിട്ടോ. ഞാനും ഉണ്ണിയും ഒരു 10:30 ആയപ്പോൾ തന്നെ പോയി. അവിടെ എത്തിയിട്ട് അവിടെ വലിയച്ഛൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അവിടെ പൂക്കളൊക്കെ ഇടുകയാണ്. അവിടുത്തെ പൂക്കളൊക്കെ എൻ്റെ കൂടെ കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഉണ്ണിയുടെ കരിങ്കാളിയല്ലേ പറഞ്ഞിട്ടുള്ള വെറുതെ അവൻ കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ അതൊക്കെ ചെയ്തതിന് ശേഷം അപ്പം അങ്ങനെ ഇപ്രാവശ്യത്തെ ഓണം 10 ദിവസം ഫുൾ ബിസി ആയിരുന്നു കേട്ടോ. പ്രാക്ടീസ് ഇത് പിന്നെ നമ്മളുടെ പായസം ചാലഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂട്ടിയിട്ട് നല്ല ഫുൾ ബിസി ആയിരുന്നു. അതിനുശേഷം ഇടയിൽ ഇങ്ങനെ തറവാട്ടിൽ വെച്ചിട്ടായിരുന്നു ഓണം സെലിബ്രേഷൻ. അപ്പോൾ അവിടെ പ്രാക്ടീസിൻ്റെ ഇടയിൽ അവിടെ പോയിട്ട് പൂക്കളത്തിൻ്റെ ഡിസൈൻ വരയ്ക്കണം. അങ്ങനെയൊക്കെ ഇടയിൽ പിന്നെ ഞങ്ങൾ മൈലാഞ്ചിയൊക്കെ ഇട്ടു. പിന്നെ കുറേ പേര് പാട്ട് പാടി ട്രയൽ ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി നല്ല ദിവസം ഫുൾ ബിസി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ മൈലാഞ്ചി ഇട്ടതൊക്കെ ഒന്ന് വെറുതെ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. പിന്നെ അതിന് ശേഷം നല്ല വിശന്ന് ഉച്ചയ്ക്ക്. അപ്പോൾ ബിരിയാണിയൊക്കെ ആയിരുന്നു. ബിരിയാണി പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. പിന്നെ പായസം ഉണ്ടായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു. കാരണം പ്രാക്ടീസ് ചെയ്ത് ഞങ്ങൾ ആകെ വിശന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി അവിടുത്തെ. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചു എല്ലാവരും കൂടിയിട്ട് ഇരുന്നിട്ട് ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഓണം ഫുൾ അങ്ങനെ തന്നെ ആയിരുന്നു. ഫുൾ തിരക്കായിരുന്നു. പിന്നെ അവിടെ പായസം ഉണ്ടായിരുന്നു കേട്ടോ. പഴപ്പായസമൊക്കെ ആയിരുന്നു. പിന്നെ വൈകുന്നേരം ഞങ്ങൾ പൂവ് മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം വലിയ പൂക്കളൊക്കെ ഇടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പൂവൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ടൗണിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ വലിയ പൂക്കളിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ പൂവൊക്കെ മേടിച്ചിട്ട് വന്നു. പിന്നെ വീട്ടിലെത്തിയപ്പോഴേക്കും പിന്നെ ഞങ്ങൾ 7:30 കേട്ടോ രാത്രി. അങ്ങനെ മാമനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ണിക്ക് മാമൻ്റെ വകയും ചക്കരമേമ്മയുടെ വകയൊക്കെ ഓണക്കോടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊടുക്കാനല്ല, തരാൻ വേണ്ടിയിട്ട് എനിക്കും ഉണ്ണിക്കും എല്ലാവർക്കും തരാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെയായി ഞാൻ മസാലക്കറിയാണ് ഉണ്ടാക്കേണ്ടായിരുന്നത്. അപ്പം 40 പേർക്ക് വേണ്ട മസാലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കേണ്ടത്. ഇതിന് മുമ്പേ ഞാനൊരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് 15 പേർക്ക് വേണ്ടതാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കുട്ടികളുടെ ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 40 പേർക്ക് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ തിരുവോണത്തിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ നീച്ച് ഉറക്കേ വരുന്നുണ്ടായിരുന്നില്ല. ഒരു 3:30 എണിച്ച് പിന്നെ വെറുതെ അങ്ങനെ കിടക്കുകയായിരുന്നു. പിന്നെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ അങ്ങനെ എണിച്ചു കേട്ടോ. എല്ലാം ചെയ്യണ്ടേ. അപ്പോൾ മസാലക്കറി ആയിരുന്നു ഞങ്ങൾക്ക് ചെയ്യാണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ പൂർണ്ണത് അമ്മയ്ക്കുള്ള ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ. അമ്മ സൂപ്പറായിട്ട് ഇട്ടു. 2 മണിക്കൂറൊക്കെ എടുത്ത് കഷ്ടപ്പെട്ട് ഇട്ടതാണ് കേട്ടോ. പാവം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. മറ്റേത് ഞാനും അമ്മമ്മയും കൂടിയിട്ടാണല്ലോ ഇടാറുണ്ടായിരുന്നത്. ഇന്ന് അപ്പോൾ അമ്മയാണ് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ 2 മണിക്കൂർ കഷ്ടപ്പെട്ടിട്ടത്. ആകെ ഞങ്ങൾക്ക് 2 മിനിറ്റ് പോലും ഉണ്ടായിരുന്നില്ല പൂക്കളം. അപ്പോഴേക്കും ഒരാളിവിടെ തോട്ടിയൊക്കെ പിടിച്ചിങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. നല്ല കുട്ടിയായിട്ടിരുന്ന് കളിക്കുമായിരുന്നു. പിന്നെ വന്ന് നോക്കിയപ്പോൾ എന്താ അവസ്ഥ എന്ന് കാണിച്ചു തരാം കേട്ടോ. പൂക്കളൊക്കെ ആകെ കൊളാക്കി ഇങ്ങനെയാക്കി. പൂക്കളം ഒന്നുപോലും ഇല്ല. ആകെ സങ്കടമായി. കഷ്ടപ്പെട്ടിട്ട് 2 മണിക്കൂർ ഇരുന്ന് അമ്മ ചെയ്തതായിരുന്നു. അവനൊരു 2 സെക്കൻഡ് പോലും വയ്ക്കാൻ സമ്മതിച്ചില്ല. അപ്പോഴേക്ക് ഫുള്ള് കൊളാക്കിയിട്ടോ. ആകെ സങ്കടമായി. എന്നിട്ട് പിന്നെ ഞാനതാ മസാലക്കറിയൊക്കെ ആക്കിയിട്ടോ. പിന്നെ കുറേ ഉണ്ടാക്കി. അത്രയ്ക്കൊന്നും വേണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടല്ല ഉണ്ടാക്കണം, അതുകൊണ്ട് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ചൊക്കെ എല്ലാവിടേക്കും ഇങ്ങനെ ഷെയർ ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ പപ്പടവും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിവിടെ എത്തി. എല്ലാവരും നല്ല ഒരുക്കത്തിലായിരുന്നു. തിരുവാതിരക്കളിക്ക് ഞങ്ങൾ ഈ ഒരു പൂവായിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്.
പിന്നെ അവിടെ പൂക്കളിട്ടുണ്ടായിരുന്ന ഇത്ര വലിയ പൂക്കളായിരുന്നു. അങ്ങനെ എല്ലാവരും എത്തി. അപ്പോൾ ഞങ്ങൾ കുന്നത്തുകാരുടെ കലാപരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ കുട്ടികളുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ഫുൾ അടിച്ച് പൊളിച്ച് ഞങ്ങൾ നന്നായിട്ട്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഉണ്ണി ഇതാ മുണ്ടൊക്കെ എടുത്തിട്ട് ഭയങ്കര വലിയ ആളിനെ പോലെ ഇങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കുന്നു. അവൻ പുറത്ത് പോയാൽ ഭയങ്കര ഷൈ ആണ് കേട്ടോ. ഒന്നും അങ്ങനെ പാട്ട് പാടുക ഡാൻസ് കളിക്കുക ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒക്കെ ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഷൂഡു ഇതാ നല്ല കളിയാണ് കേട്ടോ. ഫുൾ അടിച്ച് പൊളിക്കുന്നുണ്ട് അവൻ. പാട്ടൊക്കെ വീട്ടിലൊക്കെ അണിച്ച പാട്ടൊക്കെ വെച്ച് നല്ല ഡാൻസ് കളിക്കും. ഇവിടെ ഒന്നും കളിക്കണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചേട്ടൻ അങ്ങനെ അവനെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവൻ നിൽക്കുന്ന അങ്ങോട്ട് മാറാണ്ട് ഇങ്ങനെ എന്തൊക്കെയോ കളിക്കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉണ്ണി നല്ല ഹാപ്പി ആയിട്ട് അടിച്ച് പൊളിച്ച് എല്ലാവരും കൂടിയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. ഒരു ദിവസം കടന്നു പോയത് അറിഞ്ഞില്ല, അത്രയ്ക്ക് സൂപ്പറായിരുന്നു. പിന്നെ വെറുതെ പാട്ട് വെച്ചിട്ട് എല്ലാവരും ഡാൻസ് കളിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. നിങ്ങൾക്കപ്പോൾ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. എല്ലാവരും അടിച്ച് പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. പിന്നെ വയനാടിൻ്റെ ദുരന്തം കാരണം കുറേ പേർക്കൊന്നും ഓണം സെലിബ്രേഷനൊന്നും ഉണ്ടാവില്ല എന്നറിയാം. പിന്നെ ഇതാ എൻ്റെ ചേട്ടൻ്റെ വക പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം ഇതാണ് ഞങ്ങൾ തിരുവാതിരക്കളി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി എല്ലാ ഗേൾസും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ ഗേൾസും ഉണ്ടായിരുന്നു ഞങ്ങളുടെ തറവാട്ടത്തെ. എല്ലാവരും കൂടിയിട്ട് കളിച്ചു. നന്നായി കളിച്ചു. എല്ലാവരും തെറ്റിക്കാണ്ടൊക്കെ കളിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് തിരുവാതിരക്കളി കണ്ടാലോ. മ്യൂസിക് കുറച്ച് മാറ്റിയിട്ടാണ് കൊടുക്കുന്നത്. ചിലപ്പോൾ കോപ്പി റൈറ്റ് ഉണ്ടായാലോ വെച്ചിട്ടാണ്. ഞാനങ്ങനെ 2 ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് കളിച്ചു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചു. പാലട പായസം ഉണ്ടായിരുന്നു. എല്ലാവരും വീട്ടിൽ ഓരോരോ ഫുഡ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞാനൊരു ഓറഞ്ച് കളറായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ബ്ലൗസ് ഓറഞ്ചും വള ഓറഞ്ച് അങ്ങനെയൊക്കെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു ഫൈനൽ ലുക്ക്. പിന്നെ ആകെ തളർന്നു. വൈകുന്നേരം എത്തിയപ്പോൾ തന്നെ പാരസെറ്റമോളൊക്കെ കഴിച്ചിട്ടാണ് ഒന്ന് റെഡി ആയത് കേട്ടോ. ആകെ ക്ഷീണമായിരുന്നു. ഫുൾ ഓട്ടപ്പാച്ചിലൊക്കെ ആയിട്ട്. ഈ വർഷത്തെ ഓണം വേഗം കടന്നുപോയി. 10 ദിവസങ്ങളും ഫുൾ എൻഗേജ്ഡ് ആയിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഓണം വിശേഷങ്ങൾ. അപ്പം എല്ലാവരും വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഈ വർഷം അങ്ങനെ കടന്നുപോയി ഓണം. ഇനി അടുത്ത വർഷം നന്നായിട്ട് എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും 1000 നന്ദിയുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.